ഇത്തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. ഏറെ നാളായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിലും ഒടുവിൽ സുരേഷ് ഗോപി അത് സാധിച്ചെടുത്തു. ഇത്തവണ തൃശ്ശൂർ എടുത്തു. അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. കേരളം മൊത്തം ആഘോഷങ്ങളാണ് നടക്കുന്നത്. പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു സീറ്റാണ് BJP കേരളത്തിൽ നിന്നും നേടിയതെങ്കിലും സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. 9 മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഇതിൽ ഒന്നാമതെത്തിയ 6 മണ്ഡലങ്ങൾ തൃശ്ശൂരിലാണ്. കഴിഞ്ഞ തവണ നേമത്ത് മാത്രം ഒന്നാമതെത്തിയ BJP ഇത്തവണ 22,613 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിന് പുറമെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലും ഒന്നാമതായി. തൃശ്ശൂരിലെ ഈ വിജയത്തിനപ്പുറം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനാകും വിധം നിരവധി മണ്ഡലങ്ങളിൽ വളരാനായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി BJP ഉയരുന്നുവെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിൽ ആറ്റിങ്ങലിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അടൂർ പ്രകാശിന് ലഭിച്ച വോട്ടുകളേക്കാൾ 16,394 വോട്ടുകൾക്ക് മാത്രം പിന്നിലാണ് V മുരളീധരൻ ഫിനിഷ് ചെയ്തത്. അവസാന നിമിഷം വരെ കനത്ത മത്സരം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് പരാജയപ്പെടുന്നത്. 16,077 വോട്ടുകൾക്കായിരുന്നു BJP സ്ഥാനാർത്ഥിയുടെ പരാജയം. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ആലപ്പുഴയിൽ NDA വോട്ട് വിഹിതം കുത്തനെ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. 2,99,648 വോട്ടുകളാണ് ശോഭ നേടിയത്. 28.37% വോട്ടുകളാണ് ശോഭയ്ക്ക് കിട്ടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി നേടിയത് 17.24% വോട്ടാണെങ്കിൽ ഇത്തവണ 11.13% വോട്ട് അധികമാണ് ശോഭ നേടിയത്. സംസ്ഥാനത്ത് BJP വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വർധന നേടിയ മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. ഇടത് വലത് മുന്നണികൾ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ബദലായി BJPയുടെ കടന്നുവരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലും പുതിയ ധ്രുവീകരണത്തിന് വഴിതുറക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. താമര ചിഹ്നത്തിൽ ഇതാദ്യമായി ലോക്സഭയിലേക്ക് ഒരംഗത്തെ ജയിപ്പിക്കാനായത് മാത്രമല്ല, മിക്ക മണ്ഡലങ്ങളിലും 20% വോട്ട് നേടാനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിജയത്തിനടുത്ത് വരെ എത്തിയ തിരുവനന്തപുരത്ത് 35% വോട്ട് നേടിയിട്ടുണ്ട് BJP. ആറ്റിങ്ങലിൽ 31%, ആലപ്പുഴയിൽ 28% വോട്ട് നേടാനും BJPക്ക് കഴിഞ്ഞു. പാലക്കാടും പത്തനംതിട്ടയിലും 25%-അരികെയാണ് അവരുടെ വോട്ട് നില. ഘടകകക്ഷിയായ BDJS മത്സരിച്ച കോട്ടയത്ത് 20%-ഓളം വോട്ട് നേടി. 2004 മൂവാറ്റുപുഴയിൽ NDA പിന്തുണയോടെ PC തോമസ് ജയിച്ചതിൻ്റെയും നിയമസഭയിലേക്ക് നേമത്ത് നിന്നും O രാജഗോപാലിൻ്റെ വിജയത്തിൻ്റെയും ആ തിളക്കത്തെ മറികടക്കാൻ ഇത്തവണ BJPക്ക് സാധിച്ചിരിക്കുന്നു. പ്രധാന കാര്യം തൃശ്ശൂരിലും പത്തനംതിട്ടയിലും അടക്കം ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകളും നേടാനായി എന്നതാണ്. ന്യൂനപക്ഷ മേഖലയിലടക്കം വോട്ട് നേടാനായത് സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തും എന്നാണ് കണക്കുകൂട്ടുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും BJPക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ കുതിച്ചുചാട്ടം. മോദിയുടെ 3ാം മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകും എന്ന ഉറപ്പിലാണ് കേരളത്തിലെ BJP നേതാക്കൾ. കേന്ദ്രത്തിലെ തുടർച്ചയായ ഭരണവും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും അടുത്ത മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് സംസ്ഥാന BJP നേതാക്കളുടെ പ്രതീക്ഷ.